ഹായ് വെൽക്കം ടു മാറ്റ്കം. ടീം മാറ്റ്കമിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +1 മാത്തമാറ്റിക്സിനകത്ത് കോണിക് സെക്ഷനകത്തു നിന്ന് സർക്കിൾ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനുള്ള അഭിപ്രായം കൂടി കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. x² + y² + 8x + 10y - 8 = 0. അതായത് x² + y² + 8x + 10y - 8 = 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഉള്ള ടേംസിനെ ഒരു സൈഡിൽ ഇട്ടിട്ട് കോൺസ്റ്റന്റുകളെല്ലാം അപ്പുറത്തേക്ക് ആക്കാം. ഇപ്പൊ എന്ത് കിട്ടും? x² + y² + 8x + 10y = 8. അതിനുശേഷം എക്സിന്റെ ടേമുകളെ അടുപ്പിച്ചും വൈയുടെ ടേമുകളെ അടുപ്പിച്ചും എഴുതുക. അപ്പൊ എന്ത് കിട്ടും? x² + 8x + y² + 10y = 8 എന്ന് കിട്ടും. ദെൻ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വേരിയബിളുകളുടെ അതായത് ഫസ്റ്റ് ഡിഗ്രി കോഎഫിഷ്യന്റുകൾ നോക്കുക. അതായത് എക്സിന്റെ ആണ് ഫസ്റ്റ് ഡിഗ്രി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എക്സിനോട് കൂടി ചേർന്ന് 8x ആണ് വന്നത്. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 8 ആണ്. വൈയുടെ കേസിലാണെങ്കിൽ വന്നിരിക്കുന്നത് എന്താണ്? 10y ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 10 ആണ്. ഇവ രണ്ടിന്റെ പകുതി എടുക്കുക. അപ്പൊ എന്ത് വരും? ലൈക്ക് എന്താ പറയുക, 8ന്റെ പകുതി 4 വരും, 10ന്റെ പകുതി എന്ന് പറയുന്നത് 5 വരും. എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുക. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ഒന്നുകൂടെ പറയാം, തന്നിരിക്കുന്ന വേരിയബിൾ ഏതാണോ ആ വേരിയബിളിന്റെ ഫസ്റ്റ് ഡിഗ്രി ടേം എടുക്കുക. അതിന്റെ കോഎഫിഷ്യന്റുകൾ നോക്കുക. ഫസ്റ്റ് ഡിഗ്രി ടേം ആയിട്ട് പവർ 1 ആയിട്ട് വരുന്നത് 8x-ഉം 10y-ഉം ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നത് 8, വൈയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നത് 10. രണ്ടിന്റെ പകുതി എടുക്കുക, 4, 5. അവയുടെ സ്ക്വയർ എടുക്കുക. 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. അതിനുശേഷം ആ നമ്പറുകൾ ഇക്വേഷൻ രണ്ട് സൈഡിലും കൂട്ടുക. കാരണം ബാലൻസ് ആവണമല്ലോ. ഇപ്പൊ എന്ത് വരും? x² + 8x + 16 ഇവിടെ കൂട്ടുന്നു, y² + 10y ദെൻ 25 കൂട്ടുന്നു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൂട്ടിയതെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലും കൂട്ടുക. 8 + 16 + 25 എന്ന് വരും. ക്ലിയറാ? ഇനി ഇവിടെ നോക്കിയേ, x² + 8x + 16, x² + 8x + 16, y² + 10y + 15. ഇത് ബേസിക്കലി നമ്മൾ നോക്കിയാൽ 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. അതായത് ഈ തന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് x + 4 the whole square ആയിരിക്കും. ഈ y² + 10y + 25 എന്ന് പറയുന്നത് y + 5ന്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണം. അങ്ങനെ പോസിബിലിറ്റി എന്താ ഉള്ളത്? 4 4 4 4 8 4 16. മറ്റേടത്ത് എന്താ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണം. എന്താ പോസിബിലിറ്റി? 5ഉം 5ഉം. ക്ലിയറാ? + y² = 16 × 24, 24 + 25 49 കിട്ടും. ഇത് നമുക്ക് മാറ്റി ഇങ്ങനെ എഴുതാം. x + 4 the whole square + y + 5 the whole square = 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്. 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ. ക്ലിയറാ? ഇനി ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കിളിന്റെ സെന്ററിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് ആണ് h, k. നമുക്കൊരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് r ആണെങ്കിൽ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് x, y എടുത്താൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x - h the whole square + y - k the whole square = r² ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ അതേ ഫോമിലല്ലേ കിട്ടിയിരിക്കുന്നത്. രണ്ടുമായിട്ട് കമ്പയർ ചെയ്തേ. ഇപ്പൊ എന്ത് വരും? x - h the whole square + y - k the whole square = 7². അതായത് കമ്പയർ ചെയ്താൽ -h = 4 എന്ന് വരും, h = -4 എന്ന് കിട്ടും. അതുപോലെ -k = 5 എന്ന് വരും, k = -5 എന്ന് വരും. സോ h, k എങ്ങനെ വരും? h, k = -4, -5 എന്ന് വരും. സോ സെന്ററിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? -4, -5. അതുപോലെ ഇത് ഈക്വൽ ടു വാട്ട്? r². അപ്പൊ എന്തെഴുതാം? r² = 7². അതായത് r = 7. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റേഡിയസിന്റെ വാല്യൂ 7 ആണെന്നും സെന്ററിന്റെ കോർഡിനേറ്റുകൾ -4, -5 ആണെന്നും കിട്ടി. ക്ലിയർ? ഇങ്ങനെയാണ് ഇങ്ങനെ ചോദിച്ചു വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും.
വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെപ്പോൾ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.